ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരട്ട വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡെക്കറേഷനാണ്. ഇതിന് വരെ പൈസ ചിലവൊന്നുമില്ല. ഇതുപോലുള്ള ചിരട്ട മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ബോട്ടിൽ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ വേസ് പോലത്തെ എന്തെങ്കിലും എടുക്കാം. ഗ്ലാസ് ബോട്ടിലാകുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടാവും. ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തത്. നല്ല ഷേപ്പൊക്കെയുള്ള ബോട്ടിൽ എടുക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതിപ്പോൾ വളരെ ഷേപ്പൊന്നും ഉള്ളതല്ല കേട്ടോ, മറ്റേ ഹോർലിക്സിൻ്റെയോ ബൂസ്റ്റിൻ്റെയോ അങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഇതുപോലെ ബ്ലാക്ക് കളർ അക്രലിക് പെയിൻ്റ് ആണ്. അക്രലിക് പെയിൻറ്റ് തന്നെ വേണമെന്നില്ല, സാധാരണ ബ്ലാക്ക് കളർ ഏത് ഇനാമൽ പെയിൻ്റ് ആയാലും മതി, ഏത് പെയിൻ്റ് ആയാലും മതി കേട്ടോ, ഫാബ്രിക് കളർ ആയാലും മതി. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ പുറത്ത് ഫുള്ള് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അടിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ബോട്ടിൽ വലുതാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് കവർ ചെയ്യണം, ചെറുതാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് ബോട്ടിലായാലും ഫുള്ള് കവർ ചെയ്യുക. ഒട്ടും കാണാത്ത രീതിയിൽ വേണം പെയിൻറ്റ് വെച്ച് കവർ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ള് കവർ ചെയ്തെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് ഉണങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണങ്ങാൻ വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ചിരട്ട എടുത്തിട്ടുണ്ട്. ചിരട്ട എന്ന് പറയുമ്പോൾ കുറച്ച് ഉണങ്ങിയ ചിരട്ടയും എടുക്കാം, അതുപോലെ കുറച്ച് പച്ചയായിട്ടിരിക്കുന്നത് കൂടെ മിക്സ് ആയിട്ട് വേണം എടുക്കാൻ. ഒരു 2 ചിരട്ട അല്ലെങ്കിൽ 3 ചിരട്ട എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിപ്പം ഇതിൻ്റെ പുറത്ത് കുറച്ച് റഫായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റഫുള്ളൊരു പുറം മാറ്റിയിട്ട് ഒന്ന് ഉരച്ചെടുക്കാം. ഉരച്ചിങ്ങനെ തറയിലിട്ടൊന്ന് സിമൻറ്റ് തറയിലൊക്കെ ഇട്ടൊന്ന് ഉരച്ചെടുക്കുമ്പോൾ നല്ല മിനുസമായിട്ട് കിട്ടും. നല്ല പരപരപ്പുള്ള തറയിലിട്ട് ഉരച്ചെടുത്താൽ മതിയാവും. പ്രത്യേകിച്ചും സിമൻറ്റ് തറയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഉരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറത്തൊന്ന് പോളിഷായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ ചെയ്തിട്ട് വരാം. അപ്പോൾ കണ്ടോ, ഞാൻ പുറത്ത് കൊണ്ടുപോയി സിമൻറ്റ് തറയിലിട്ട് ഉരച്ചെടുത്തിട്ട് വന്നതാണിത്. നന്നായിട്ട് ഉരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരുപാട് അങ്ങ് പോളിഷ് ചെയ്തിട്ടില്ല. ഒരുപാട് പോളിഷ് ചെയ്യാൻ സമയമുള്ളവർ നന്നായിട്ട് പോളിഷ് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് ഒരു റഫായിട്ടുള്ള പുറഭാഗമൊക്കെ ഉരച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എത്ര ചിരട്ടയുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഇതുപോലെ ഉരച്ചെടുക്കണം. ഉരച്ചെടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ചുറ്റിക വെച്ചിട്ട് ജസ്റ്റ് തല്ലി പൊട്ടിച്ചാൽ മതിയാവും. ഇതിൻ്റെ ഒരു ഷേപ്പൊന്നും വിഷയമില്ല, എങ്ങനത്തെ ഷേപ്പായാലും കുഴപ്പമില്ല. പല പല ഷേപ്പിലായിരിക്കും നമ്മളിത് തല്ലി പൊട്ടിക്കുമ്പോൾ കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചിരട്ട എല്ലാം ഒരു തുണിക്കകത്ത് വെച്ചിട്ട് തല്ലി പൊട്ടിച്ചാലും മതി. അപ്പോൾ പുറത്ത് ഇങ്ങനെ തെറിച്ച് പോവാതെ കിട്ടും. അപ്പോൾ ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ പച്ച ചിരട്ടയും അതുപോലെ തന്നെ ഉണങ്ങിയ ചിരട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കളറിൽ കിട്ടും. ഒരുപാട് ഉണങ്ങാത്ത ചിരട്ടയാകുമ്പോൾ ഒരു ലൈറ്റ് കളറും ഉണങ്ങിയത് കുറച്ച് ഡാർക്കായിട്ടും കിട്ടും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമ്മളെ കുപ്പിയും നന്നായിട്ട് ഇപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് എങ്ങനെയാണ് ഈ ചിരട്ട വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്ലൂ ഗണ്ണിന് കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഒട്ടിക്കുവാണ്. അപ്പോൾ ഒട്ടിക്കുന്നതിന് പ്രത്യേകിച്ച് രീതിയൊന്നും ഇല്ല കേട്ടോ, ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഒട്ടിച്ച് തുടങ്ങിയാൽ മതി. ഗ്ലൂ ഗൺ ആകുമ്പോൾ ഒരുപാട് സമയം ഉണങ്ങാൻ വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ അങ്ങ് ഒട്ടും. ഇനി ഹോട്ട് ഗ്ലൂ ഗൺ ഇല്ലാത്തവർ ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വേണം അത് ഉണങ്ങി കിട്ടാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇത് ഉയർത്തി നിർത്തുവാണെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ ഊരി തറയിൽ പോകും. അതുകൊണ്ട് ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മറ്റേ സൈഡ് നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമില്ല, എവിടെ വേണമെങ്കിലും ഒട്ടിക്കും. അപ്പോൾ ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഈ ഒരു കുപ്പിയിൽ ഒട്ടിക്കുവാണ്. ഒട്ടിക്കുമ്പോൾ കുറച്ച് സ്പേസ് വിട്ട് വേണം ഒട്ടിക്കാൻ, കുറച്ച് ചേർത്ത് ഒട്ടിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ ഭംഗി ഉണ്ടാവില്ല. കുറച്ച് സ്ഥലം വിട്ടിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസും ഇടയ്ക്ക് വലിയ പീസും അങ്ങനെയാണ് ഒട്ടിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ഉണങ്ങാത്ത ചിരട്ടയും ഉണങ്ങിയതും ഉണ്ട്. അപ്പോൾ അത് മിക്സായിട്ട് ഒട്ടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഉണങ്ങാത്തതും ഇടയ്ക്ക് ഉണങ്ങിയതുമായിട്ട് ഒട്ടിക്കുമ്പോൾ 2 കളറിൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇതിൽ കണ്ടോ, ഇടയ്ക്ക് വെള്ള പോലെ കാണുന്നത് ഉണങ്ങാത്ത ചിരട്ടയും ഡാർക്ക് കളർ കാണുന്നത് ഉണങ്ങിയതുമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു കുപ്പിയുടെ ഫുൾ ഭാഗം നമ്മളിത് ഒട്ടിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞാൽ ഫെവിക്കോൾ ആണെങ്കിൽ സമയമെടുത്ത് ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം മാത്രം മറ്റേ സൈഡ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ള് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാർണിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളൊരു വാർണിഷ് കോട്ടിങ് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അടിക്കുന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാർണിഷ് മുകളിലേക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഒരുപാട് നാൾ നല്ല തിളക്കത്തോടു കൂടി ഇരിക്കും. അപ്പം ഉള്ളവർ മറക്കാതെ വാർണിഷ് അടിക്കുക. ഞാനിപ്പോൾ അടിച്ചിട്ടില്ല, അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കിതൊരു ഫ്ലവർ വൈസ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാം. ഒരുപാട് നാൾ
ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്